ഏതായാലും പിണറായി വിജയൻ്റെ അംഗരക്ഷകർ നടത്തിയ രക്ഷാപ്രവർത്തനത്തിൻ്റെ അന്വേഷണം ആരംഭിക്കാൻ പോവുകയാണ്. ഏതായാലും രക്ഷാപ്രവർത്തനം നടത്തിയത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ അന്വേഷിക്കാൻ ഏറ്റവും പ്രഗത്ഭനായ, അതായത് TP കേസിലെ പ്രതികളെ മുടക്കോഴി മലയിൽ പോയി പിടികൂടിക്കൊണ്ടുവന്ന ഇപ്പോൾ SP ആയിട്ടുള്ള TP ഷൗക്കത്ത് അലി തന്നെയാണ് അതിന് നേതൃത്വം നൽകുന്നത്. അത് വേറൊരു തമാശ കൂടെ. ഈ ഷൗക്കത്ത് അലിയെ ഒതുക്കിക്കൊണ്ടിട്ടിരുന്നതാണ് ആലപ്പുഴയിലെ ക്രൈംബ്രാഞ്ച് SP എന്ന് പറഞ്ഞൊരു തസ്തിക ഉണ്ടാക്കി അവിടെ കൊണ്ട് ഒതുക്കിയിട്ടിരുന്നതാണ്. അവിടെ നിന്ന് തന്നെ ഇപ്പോൾ ആ തസ്തികയിൽ തന്നെ അന്വേഷണം വന്നിരിക്കുക. അല്ല, പുതുതായിട്ട് രൂപീകരിച്ച തസ്തിക അല്ല, ഒറ്റ അടിയാണ് നേരെ തിരിച്ചു വന്നത്. കാരണം ഈ AD തോമസും ജുവൽ കുര്യാക്കോസ്, അപ്പോൾ ഈ രണ്ട് യൂത്ത് കോൺഗ്രസിനെ ഒരാൾ സംസ്ഥാന സെക്രട്ടറി, ഒരാൾ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നല്ലോ. ഇവരെ രണ്ടിനെയാണ് മർദ്ദിച്ചത്. അതിനകത്ത് ഒത്തിരി വീഴ്ചകളുണ്ട്, ആ മർദ്ദനത്തിൽ ഒരുപാട് വീഴ്ചകളുണ്ട്. എന്നിട്ട് ഇവർ കോടതിയിൽ ചെന്ന് ഇവർ കേസെടുക്കാഞ്ഞിട്ട് കോടതിയിൽ ഇവർ പ്രൈവറ്റ് കംപ്ലൈൻറ്റ് കൊടുത്തപ്പോൾ പോലീസ് റിപ്പോർട്ട് കൊടുത്തു, ഇത് തള്ളിക്കളയാൻ കൊടുത്തു. അപ്പോൾ അവർ വീണ്ടും കോടതിയെ സമീപിച്ചു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇത് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ ഉത്തരവിടുന്നു. അത് അവിടെ ചവിട്ടി വെച്ചിരുന്ന ഈ കേന്ദ്ര സർവീസ് കഴിഞ്ഞ് തിരിച്ചു വന്ന ഷൗക്കത്ത് അലിയെ കൊണ്ടുവന്ന് ഇവരെ എങ്ങും ആരും അറിയാത്ത ഓരോ സ്ഥലത്ത് കൊണ്ടിട്ടിരിക്കും. അദ്ദേഹം തന്നെ ഇവരെ കൊണ്ട് ശല്യം സഹിക്കാൻ NIA കുറേ കാലം പോയി ജോലി വന്ന. അപ്പോൾ അങ്ങനെ വന്ന് അവിടെ ഇരിക്കുന്ന സമയത്താണ് ഈ ഇത് വരുന്നത്, ഈ നിർദ്ദേശം വരുന്നത്. അപ്പം ഈ ആഭ്യന്തരമന്ത്രിയായ പുന്നാല് രമേശ് ചെന്നിത്തല ഉത്തരവ് കൊടുത്ത ഒരു കേസാണിത്. അപ്പം വേറെ എങ്ങോട്ടും തിരക്കി പോകണ്ട, ഇത് ക്രൈംബ്രാഞ്ചാണ് നേരത്തെ അന്വേഷിച്ചത്. ആ ക്രൈംബ്രാഞ്ച് തന്നെ അന്വേഷിച്ചാൽ മതി. അതിന്റെ തലപ്പത്തിരിക്കുന്ന ഷൗക്കത്ത് അലി, അത്രയേ ഉള്ളൂ. അല്ലാതെ ഷൗക്കത്ത് അലിയെ ഇതിനായിട്ട് നിയോഗിച്ചതല്ല. ഷൗക്കത്ത് അലി ഓൾറെഡി അവിടെ ഉള്ള ഉദ്യോഗസ്ഥനാണ്. ആ പുള്ളിക്ക് ആണ് ഇത് അന്വേഷണ ചുമതല കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ബൈജു പൗലോസ് എന്ന് പറയുന്ന ദിലീപിൻ്റെ കേസ് അന്വേഷിച്ച ആളെ കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. സംഗതി എന്ത് നടന്നാലും ശരി, സംഭവം ഒരു വലിയ മാസായി. എന്താണോ യൂത്ത് കോൺഗ്രസ്സുകാർ ഇവിടുത്തെ സാധാരണ ജനങ്ങളും ആഗ്രഹിച്ചത്, ആ രീതിയിലേക്ക് വന്നു കാര്യങ്ങൾ വന്നു. മാത്രമല്ല ഷൗക്കത്ത് അലി ആകുമ്പോൾ വളരെ കൃത്യമായി അന്വേഷിക്കും. അക്കാര്യത്തിൽ ഒരു ഇടപെടലും അനുവദിക്കുകയില്ല. ഈ വൃത്തിയിൽ കാണിച്ച പലപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരെ കീഴ് ജീവനക്കാർ വൃത്തിയിൽ കാണിച്ചാൽ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ഇവിടെ അങ്ങനെ സംഭവിക്കില്ല. ഷൗക്കത്തിൽ അത്രയും ജസ്റ്റായ ഒരു ഉദ്യോഗസ്ഥൻ അല്ലേ. ഇവന്മാർ ഈ രണ്ടുപേര്, അനിൽകുമാറും വേറൊരു പേര് മറന്നുപോയി, ഈ അവർ രണ്ടുപേരും ഇപ്പം പിണറായി വിജയൻ്റെ പേഴ്സണൽ സെക്യൂരിറ്റി സ്റ്റാഫാണ്. അവിടെ നിന്ന് വിട്ടുപോരാതെ പിണറായിയെ പിടിച്ച് തൂങ്ങിക്കിടക്കുക. പക്ഷെ പിണറായിക്ക് അവരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, സഹായിക്കാനേ പറ്റില്ലല്ലോ സർക്കാർ. ഇവരോടെല്ലാം, അതായത് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ കിടന്ന് പൂണ്ട് വിളയാടിക്കൊണ്ടിരുന്ന മൊത്തം പോലീസുകാരോടും റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. പോലീസ് അസോസിയേഷൻ്റെ ഭാരവാഹികൾക്കും പണി കൊടുത്തു. പോലീസ് അസോസിയേഷൻ്റെ ഭാരവാഹികൾക്ക് കൊടുത്തത് മുട്ടമടി. ഈ പ്രശാന്ത് എന്ന് പറയുന്ന പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, അയാൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അയാളെ ചോദ്യം ചെയ്തതാണ്. അതെ, അയാൾ ഇവരുടെ പെറ്റായതുകൊണ്ട് മാത്രമാണ് അയാൾക്ക് നേരെ പിന്നീട് നടപടികളൊന്നും വരാഞ്ഞ്. മ്യൂസിയം SHO ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പണി ചെയ്ത് ട്രൗസർ കയറും, ഇരിക്കാനും നീക്കാനും കിടക്കാനും സമയമില്ലാത്ത. രാവിലെ വൈകുന്നേരം ഒരു 5-6 ചെയ്യേണ്ടി വരും. ചെയ്ത് ഊപ്പാട് ചവിട്ടി പറിക്കേണ്ടി വരും. നല്ല പണിയായിട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ CR ബിജു എന്ന് പറയുന്ന 10 വർഷം ഇരുന്ന് സൂചിച്ചതാണ്. ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ചിൽ യൂണിഫോം ചുമ്മാ അവിടെ പോയി ഇരിക്കത്തേ ഉള്ളൂ. DGP വരെ ഇവരെ കണ്ട എണീറ്റ് നിൽക്കും. കാരണം ഇവരാണ് തീരുമാനിക്കുന്നത് ആരെ എവിടെ പോസ്റ്റ് ചെയ്യണം, എങ്ങനെ പോസ്റ്റ് ചെയ്യണം എന്നൊക്കെയുള്ളത്. എന്തായാലും മുട്ടൻ പണിയാണ് രണ്ടുപേർക്കും കിട്ടിയത്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഷൗക്കത്ത് അലി, SP ഷൗക്കത്ത് അലിയുടെ കാര്യമാണ്. അതിൻ്റെ ഇത് ചിത്രീകരിച്ച ക്യാമറാമാൻ ജോജി ജയ്ഹിന്ദ്, അദ്ദേഹം എൻ്റെ പഴയ സഹപ്രവർത്തനം, ഡൽഹിയിലൊക്കെ വളരെ ദീർഘകാലം ജോലി ചെയ്തിരുന്ന ആളാണ്, നല്ലൊരാളാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് ഭീഷണി വന്നിരിക്കുകയാണെന്നാണ്, ശരിയായി കളയുമെന്ന് പറഞ്ഞു. വീട്ടിലോട്ട് പോകുന്ന വഴി പാണ്ടിലോറി ഒരു ഒറ്റയ്ക്കല്ലേ പണ്ട് എനിക്ക് ഇതുപോലെ കിട്ടി. പാണ്ടിലോറിയാണ് ഇവരെ. ഈ പാണ്ടിലോറി വരും എന്ന് പറഞ്ഞാൽ അത് ഉറപ്പാണെന്ന് നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് ആരെക്കുറിച്ചും പറയില്ല. പണ്ട് നമുക്ക് ഇതുപോലെ ഓരോരുത്തർ കൈവെട്ടും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഫീസിന് മുമ്പിലൊക്കെ പോസ്റ്റർ വെച്ചു. അതുപോലെ ഈ വീട്ടിലോട്ട് പോകുമ്പോൾ സൂക്ഷിക്കണമെന്ന് എന്നോട് തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എല്ലാ ദിവസവും ഒരു വഴിയിലൂടെ നിങ്ങൾ പോകരുത്, നിങ്ങൾ മറ്റു വഴികളിലൂടെ പോകണം, പലരും നിങ്ങളെ നോട്ടം ഇട്ടിട്ടുണ്ട് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളിതൊന്നും കാര്യമാക്കാതെ അങ്ങ് പോകും, അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നൊരു വിശ്വാസത്തിലാണ് നമ്മൾ പോകുന്നത്. പക്ഷെ നമുക്ക് അറിഞ്ഞുകൂടാ, നമ്മുടെ പ്രദീപിൻ്റെ കഥ അറിയാമല്ലോ, നമ്മുടെ SP പ്രദീപിൻ്റെ മരണത്തിൽ ഇതുവരെ ആ ദുരൂഹത നീങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പോൾ ഈ ഷൗക്കത്ത് അലി എന്ന് പറയുന്ന SP, അദ്ദേഹം 95 ബാച്ചിലെ SI റാങ്ക് ലിസ്റ്റിൽ 1ാം സ്ഥാനക്കാരനാണ് ഷൗക്കത്ത് അലി. അതിനുശേഷം അദ്ദേഹം പിന്നീട് നല്ല ഉദ്യോഗസ്ഥനായിട്ട് പേരെടുത്ത ഉദ്യോഗസ്ഥനാണ്, നല്ല അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. തിരുവഞ്ചൂർ ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന കാലത്താണല്ലോ ഈ TP വധക്കേസ് ഉണ്ടാകുന്നത്.
മൊത്തം എണ്ണത്തിനെയും പുള്ളിയാണ് തൂക്കിയത്. ഈ മുടക്കോഴി മല അല്ലേ? മുടക്കോഴി മലയെന്ന് പറഞ്ഞാൽ അത് CPM-ന്റെ ഈ ഇത്തരം കൊലപാതകങ്ങൾ നടത്തിയിട്ട് ഇവന്മാരെല്ലാം പോയി ഒളിച്ചിരിക്കുന്ന സ്ഥലമാണ്. അവിടെ നമ്മൾ സിനിമയിലേയും കിർമാനിയും മനോജിനെയും എല്ലാം അവിടെ നിന്നാണ് പൊക്കിയത്. അവിടെ ചെന്ന് പിടിക്കുക എന്ന് പറഞ്ഞാൽ അസാമാന്യമായ ധൈര്യം വേണ്ടി വരും. പാർട്ടി ഗ്രാമമാണ്. അനൂപ് കുരുവിള ജോൺ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പം കേരളക്കാരുടെ അദ്ദേഹം ഡെപ്യൂട്ടേഷനിലെ കണ്ട് ഇവരെ ശല്യം സഹിക്കാൻ അദ്ദേഹത്തെയൊക്കെ ഒതുക്കി പിന്നീട് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിലും അവിടെ ഇവിടെയൊക്കെ കൊണ്ടിരിക്കും. ഈ ഷൗക്കത്ത് അലിക്ക് മനസ്സിലായി ഈ ഇവരെ പിടിച്ചു, എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് കൊടുത്തു. ഭരണം മാറുന്നതിന് പിന്നാലെ അദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷൻ. ഇവിടെ നിന്നാൽ ഇവർ ഉപദ്രവിക്കും എന്നുള്ളത് ഉറപ്പാണ്. മാത്രമല്ല അദ്ദേഹം IPS കൺഫർ ചെയ്യുന്ന വിഷയത്തിൽ എന്തോത്രം കള്ളക്കളി ഇവർ നടത്തി. അത് ഭയങ്കര രസമായിരുന്നു. IPS അത് നമ്മൾ വാർത്ത ചെയ്തതാണ്, ഞാൻ അതിനെക്കുറിച്ച് വാർത്ത ചെയ്തതാണ്. അദ്ദേഹത്തിന് IPS കിട്ടാൻ നമ്പർ 1 അദ്ദേഹമാണ് ആ ലിസ്റ്റിൽ. 2018-19 ലിസ്റ്റിലാണെന്ന്. ഇദ്ദേഹമാണ് ലിസ്റ്റിൽ ഒന്നാമൻ. പക്ഷേ അദ്ദേഹത്തിന് കിട്ടാതിരിക്കാൻ വേണ്ടി ഇവർ ഓരോ കളി കളിക്കുക. ഇദ്ദേഹത്തിന് മൈനസ് മാർക്കൊന്നുമില്ല. അപ്പോൾ ഇൻറ്റഗ്രിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ ഇൻറ്റഗ്രിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടിയെങ്കിൽ മാത്രമേ IPS-ന് പരിഗണിക്കാവൂ. IPS പ്രൊമോഷന് പരിഗണിക്കാവൂ. അതിന് UPSC ആണല്ലോ ഇത് ചെയ്യുന്നത്. അപ്പം അവിടേക്ക് ഇദ്ദേഹത്തിൻ്റെ ഇവിടുന്ന് അയക്കുന്ന രേഖകളെല്ലാം ഫോട്ടോസ്റ്റാറ്റ് വെച്ചു. ഒറിജിനലില്ല. പകരം ഇവർ ഫോട്ടോസ്റ്റാറ്റ് അയക്കുക. അയച്ചു കഴിയുമ്പോൾ അവിടുന്ന് കത്ത് വരും. അത് ഓരോ DPC കൂടുമ്പോഴാണ് ഇത് വരുന്നത്. ഒരു തവണ കൂടിയാൽ പിന്നീട് കുറേ നാൾ കഴിഞ്ഞാൽ വരത്തില്ല, സ്ഥാനക്കയറ്റം കിട്ടുന്നതാണ്. അപ്പോൾ ഇത് വീണ്ടും ഇദ്ദേഹത്തിന് പിന്നെ അവരിങ്ങോട്ട് മടക്കി അയക്കും ഇന്ന രീതി. പിന്നെ ഇവരിവിടെ എന്തെങ്കിലും ഒരു പണി ഈ രേഖകളിൽ ഒപ്പിച്ച് അങ്ങോട്ട് വിടും. അങ്ങനെ തുടരെ വന്നപ്പോഴാണ് നമ്മൾ വാർത്ത കൊടുക്കുന്നത്. വാർത്ത കൊടുത്തതിന് ശേഷം എന്ത് വെച്ചു, ഇവർ ഈ പരിപാടി അവസാനിപ്പിച്ചു. ഇവർ കീഴടങ്ങി. ഇവർ പിന്നെ യഥാർത്ഥ രേഖകൾ കൊടുത്തു. പിന്നീട് പുറത്തിറങ്ങിയ ലിസ്റ്റിൽ അദ്ദേഹത്തിന് ഒന്നാമതായിട്ട് അദ്ദേഹത്തിന് IPS കിട്ടി. IPS കിട്ടിയതിന് ശേഷവും ഇവർക്ക് വേണ്ടപ്പെട്ടവരെയല്ല ഇവരെന്ത് ചെയ്തു, പ്രധാന മന്ത്രിമാർക്ക് വേണ്ട കോട്ടയത്ത് വാസവൻ്റെ വലിയ ഓമനപുത്രൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന VG വിനോദ് കുമാർ എന്ന് പറഞ്ഞ ആൾ പത്തനംതിട്ട SP ഒക്കെ ആക്കി അവരെയൊക്കെ. അങ്ങനെ സാധാരണ ഈ കൺഫർ ചെയ്ത് കിട്ടുന്ന ആൾക്കാരെ ഇടുക്കി, പത്തനംതിട്ട പോലുള്ള സ്ഥലങ്ങളിൽ SP-മാരായിട്ട് വിടും. അത് നല്ല പിടിപാടുണ്ടെങ്കിൽ മാത്രം. എന്നാൽ നല്ല കഴിവുള്ള IPS കൺഫർ ചെയ്തിട്ട് ഷൗക്കത്ത് അലിയെ പോലുള്ള ഉദ്യോഗസ്ഥരെ ഒരിക്കലും ക്രമസമാധാനത്തിൽ ഇവർ നിയോഗിക്കത്തില്ല. എവിടെയെങ്കിലും ചവിട്ടി ഒതുക്കിയിടും. അങ്ങനെ തന്നെ ഈ ഷൗക്കത്ത് അലിയും ചവിട്ടി ഒതുക്കിയിട്ടിരിക്കുകയാണ്. ചവിട്ടി ഒതുക്കിയിട്ടിരുന്ന സമയത്താണ് ഈ എന്താണ് പറയുന്നത്, ഈ രക്ഷാപ്രവർത്തനത്തിന്റെ കോടതി ഉത്തരവ് നടപ്പാക്കാൻ ആവശ്യപ്പെട്ടു. ഇല്ല, അതായത് ഇവർക്കെതിരെ കേസെടുത്ത് അന്വേഷിക്കാൻ വേണ്ടി നടപ്പാക്കാൻ ആവശ്യപ്പെടുമ്പോൾ എന്താ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷനാണ്. അപ്പോൾ അത് സ്പെഷ്യലായിട്ടുള്ള ആൾക്കേ പോകത്തുള്ളൂ. അങ്ങനെയാണ് ഇത് ക്രൈംബ്രാഞ്ച് പോയി. അവിടെ ചെല്ലുമ്പോൾ ഇത് ഷൗക്കത്ത് അലിയാണ്. അപ്പോഴത്തേക്ക് ഇത് എന്താ പറയുന്നത്, ഇവരെ എന്ത് ഷൗക്കത്ത് അലി ചെയ്യരുത് എന്ന് കരുതി മാറ്റിയിരുത്തിയിടത്ത് അദ്ദേഹത്തെ തേടി ഈ സാധനം ചെന്നിരിക്കുക. നേരെ അടുത്ത് എത്തി. അവിടെ ബിജു പൗലോസ് ഉണ്ട്. ബിജു പൗലോസ് പിന്നെ ദിലീപ് കേസിൽ ക്ഷീണത്തിലാണ്. അത് കേസ് മൊത്തം തിരിച്ചടിച്ചല്ലോ. അതിന്റെ മൊത്തം സൂപ്പർവിഷൻ തന്നെയാണല്ലോ. അതെ, SP ആണ് നിർദ്ദേശിക്കുന്നത്. അപ്പം ഇതിനകത്ത് പ്രധാനമായിട്ടും അപ്പം ഇപ്പം 2 തരത്തിലുള്ള ഒരു വാദമുഖങ്ങൾ വരുന്നുണ്ട്. അവർ ചെയ്ത അവരുടെ ഡ്യൂട്ടിയാണ്. UDF പ്രതികാര നടപടി എടുക്കുകയാണ്. അവരെ അത് പോലീസിൻ്റെ ഡ്യൂട്ടി. അതിപ്പോൾ VD സതീശന് നേരെ DYFIക്കാർ പോയാലും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ആ ഡ്യൂട്ടി ചെയ്തവരെ പിരിച്ചുവിടാനുള്ള നീക്കം അതിനെ എതിർക്കണം എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ ഇത് നമ്മൾ ആ വീഡിയോ കാണുമ്പോൾ പറയാം, അവരുടെ ഡ്യൂട്ടി അല്ല. അവർ ചെയ്ത തികച്ചും നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ. അവരുടെ ജോലി വരെ നഷ്ടപ്പെടാൻ അവരിമ്മ ഇങ്ങനെ നിൽക്കേണ്ട ആൾക്കാരാണ്. അപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂ എല്ലാം കടന്നുപോയി, മുഖ്യമന്ത്രിയും കടന്നുപോയി. ഈ പിന്നെ പ്രതിഷേധിക്കാൻ വന്ന ഈ 2 ചെറുപ്പക്കാരെയും ലോക്കൽ പോലീസ് തടഞ്ഞ് അവരെ സേഫ് കസ്റ്റഡിയിൽ മാറ്റി നിർത്തിയിട്ടുണ്ട്. ആ ലോക്കൽ പോലീസ് തടഞ്ഞ് മാറ്റി നിർത്തിയിടത്ത് പോയാണ് ഇവരടിക്കുന്നത്. അവർക്ക് അതിൻ്റെ ഒരാവശ്യമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ആ ഒരു അടിയിൽ വീഡിയോ ദൃശ്യങ്ങൾ സഹിതം കൊടുത്തിട്ടാണ് കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തത്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അപ്പോൾ ഇത് മാത്രമല്ല, വേറെ ചെടിച്ചട്ടിക്കടിച്ച വിഷയമുണ്ട്. കണ്ണൂരല്ലേ ഉണ്ട്, അത് വരുന്നുണ്ട്. അതുപോലെ ഈ നിസ്സാര കാര്യത്തിന് മാധ്യമപ്രവർത്തകർക്കെതിരെ എടുത്ത നിരവധി കേസുകളുണ്ട്. ഒരു കാര്യവും ഇല്ലാതെ എടുത്ത കേസുകളുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് ഈ സർക്കാർ ആർജവത്തോടുകൂടി പ്രവർത്തിക്കുകയാണെങ്കിലുണ്ട് ഒരുപാട് പോലീസുകാർ വീട്ടിൽ പോയിരിക്കേണ്ടി വരും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. എന്താണെങ്കിലും ഷൗക്കത്ത് അലി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനിൽ ജനങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്. അദ്ദേഹത്തിനെതിരെ വലിയ പ്രചാരണവുമായിട്ട് CPM സൈബർ ഹാൻഡിലുകളെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഷൗക്കത്ത് അലി അവരെ പഴയ മോഹനനെ അല്ലയോ കള്ളക്കേസ് കുടിക്കുകയാണെന്നൊക്കെയാണ് പറയുന്നത്. CPM-ന്റെ ജില്ലാ സെക്രട്ടറി, ഇപ്പോഴത്തെ കേരള ബാങ്ക് പ്രസിഡന്റ്. അതൊക്കെ വെച്ചിട്ട് ഇവർ ഇത് വരുന്നുണ്ട്. ഒത്തിരി ട്രോളുകളും സ്വാഭാവികം മാത്രം സൈബർ ഹാൻഡിലുകളിൽ നിന്നുള്ള ഇവരുടെ എതിർപ്പുകളും ഷൗക്കത്ത് അലി എന്ന് കേട്ടപ്പോൾ ഇവർ വിരുണ്ടുപോയി.
ഷൗക്കത്ത് അലി ഇവർക്ക് പേടിയാണ്. ആണല്ലോ. കാരണം വലിയ ഗുണ്ടകളായിട്ടുള്ള വലിയ കക്ഷികളായിട്ടുള്ള കൊടിസുനിയെയും കിർമാനി സാഹിബിനെയൊക്കെ പൊക്കിയെടുത്ത് അകത്തിടാമെങ്കിൽ പിന്നെ ഇവരെ ഇപ്പം നിലവയ്ക്കുന്ന ഈ സാധാ പോലീസുകാർ കല്ലിയൊരൊന്നുമല്ല. സത്യത്തിൽ ഈ പോലീസുകാർ രാജാവിനേക്കായി വലിയ രാജഭക്തി കാണിച്ച് ഞെളിയാൻ പോയതാണ്. പലയിടത്തും ഇതാണല്ലോ സംഭവിക്കുന്നത്. ഞാൻ അങ്ങയുടെ വിധേയനാണ്, ഞാൻ അങ്ങയുടെ അടിമയാണ്, അങ്ങക്ക് എന്തും ചെയ്യുമെന്ന് കാണിച്ചു കൊടുക്കുന്നതാണ്. പക്ഷേ എന്തായാലും ആ അടിമ ജീവിതത്തിൽ അവർക്ക് കിട്ടിയ ഇപ്പം ഈ അടിമയെ രക്ഷിക്കാൻ പിണറായി രാജാവ് വരത്തില്ല. പിണറായി രാജാവിനെ ആര് രക്ഷിക്കുമെന്നാണ് അയാൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി 5 വർഷം കഴിഞ്ഞ് CPM അധികാരം കിട്ടിയെങ്കിൽ പോലും നിങ്ങളെ ടെർമിനേറ്റ് ചെയ്താൽ പോലും നിങ്ങൾക്ക് ജോലി തിരിച്ചു ടെർമിനേറ്റ് ചെയ്യാൻ തന്നെ വേണം. ഒരു കാരണവശാലും നിർബന്ധം പെൻഷൻ കൊടുക്കരുത്. അത് കേരള സമൂഹം ഒന്നടങ്കം പറയുന്ന കാര്യം. CPM-കാരായിക്കോട്ടെ, BJP-കാരായിക്കോട്ടെ, കോൺഗ്രസ്സുകാരായിക്കോട്ടെ, സാധാരണ ജനങ്ങളായിക്കോട്ടെ, എല്ലാവരും ആ മർദ്ദനം കണ്ട മുഴുവൻ ആൾക്കാരും പറഞ്ഞു. പിന്നെ ഇവരെ മർദ്ദിച്ച AD തോമസ് ആരായി? അയാൾ MLA. നിങ്ങളാരായി? നിങ്ങളെ പണി പോകാറായി ഒരു സൈഡിൽ നിന്ന്. പക്ഷേ ഇനി ഒരു കാര്യം ഇവരെ ടെർമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ പാർട്ടിക്ക് ബക്കറ്റ് ഒരു നടത്തി അവർക്ക് ഓരോ കോടി വീതം കൊടുക്കാം. ഈ 2 പുനരധിവാസം നടത്താം. അല്ലെങ്കിൽ ഈ നേതാക്കന്മാരെ ഗൾഫിലെ മക്കളുടെ സ്ഥാപനത്തിലാണെങ്കിൽ നല്ല സെക്യൂരിറ്റി ജോലി കൊടുക്കാം. നമുക്ക് ജോസഫയും പറഞ്ഞ ഒരു വാക്കോട് കൂടി ഞങ്ങൾ ഇത് അവസാനിപ്പിക്കണം. എന്നാ പിന്നെ അനുഭവിച്ചോ.